പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. മതിയായവൻ എന്നെ കരുതുന്ന കർത്താവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഒരു സുഖവും മനഃശാന്തിയതും ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. അവൻ വഴികളെ ഞാൻ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവർണ്ണനീയമായ എല്ലാ ദാനങ്ങളെയും കുറിച്ച് ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ ദിനവും ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ, അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് മുമ്പിൽ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. ഈശോയെ, അങ്ങ് ഉദ്ധിതനായ ശേഷം സ്ത്രീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് അങ്ങ് തിരുമനസ്സായി. നമുക്ക് ഈ നിമിഷങ്ങളിൽ ഈശോയെ കൂടുതൽ അറിയുന്നതിനും അവിടത്തേക്ക് സ്നേഹവും അവിടുന്ന് പ്രത്യാശയും വർദ്ധിച്ചു വരുന്നതിനും ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള അനുഗ്രഹം അപേക്ഷിക്കാം. നിങ്ങൾക്ക് സമാധാനം എന്ന സ്ത്രീഹന്മാരുടെ ഈശോ അരുളി ചെയ്ത വാക്കുകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. തന്നെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ സമാധാനവും ശാന്തിയും ഭരണം നടത്തണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ഉത്ഥാനത്തിന് ശേഷം അവിടുന്ന് ആദ്യമായി ശ്രദ്ധിച്ചത് മനസ്സ് കലങ്ങിയിരുന്നവരെ പ്രത്യാശ പുനഃസ്ഥാപിച്ചുകൊണ്ട് അവർക്ക് സ്വർഗീയ സമാധാനം നൽകുവാനാണ്. നമ്മുടെ ഹൃദയത്തിലും ഇതുതന്നെ നടപ്പിലാക്കാൻ ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. അവിടുന്ന് എങ്ങനെ കുരിശുകൊണ്ട് ലോകത്തെ ജയിച്ചെന്നും തങ്ങൾ ജയിച്ചുപോയി എന്ന് ശത്രുക്കൾ കരുതിയ അതേ ദിവസം തന്നെ അവരുടെ പദ്ധതികൾ പരാജയപ്പെടുത്തുകയും തൻ്റെ സർവശക്തമായ പ്രഭാവത്താൽ അവരുടെ ദുഷ്ടതയെ അവർക്ക് തന്നെ വിനാശകരമാകുകയും ചെയ്തെന്നും ഓർക്കുക. നമ്മുടെ രക്ഷകനും സംരക്ഷകനുമായ അവിടുന്ന് മരണത്തെ കീഴടക്കിയില്ലേ? നമുക്ക് സംശയിക്കാൻ തക്ക വിധം അവിടുത്തെ പ്രഭാവവും വിവേകവും സ്നേഹവുമെല്ലാം കുറഞ്ഞുപോയോ? നമുക്ക് എല്ലാ ഭീതിയും പര്യാകുലതയും ദൂരത്തെറിയാം. സ്വയമേവ നാം ദുർബലരാണ്. എന്നാൽ നമ്മെ ശക്തിപ്പെടുത്തുന്നവനിൽ നമുക്ക് എല്ലാം സാധ്യമാകുമെന്ന് വിശ്വസിക്കാം. കർത്താവ് സ്ത്രീഹന്മാരോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവിടുന്ന് നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ അത് ഈശോയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തതിനാൽ നാം ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? നിസ്സാരമായ അപമാനങ്ങൾ ഉണ്ടാകുമ്പോൾ നാം നിരാശരായിത്തീരുന്നത്. നമ്മുടെ ജോലി നേരിടുന്ന
ഏതെങ്കിലും പരാജയമോ എതിർപ്പോ നിമിത്തമാണോ? മനസ്സിൻ്റെ വരൾച്ചയിലും പ്രലോഭനങ്ങളിലും നാം എന്തിനാണ് ഭഗ്നാശരാകുന്നത്? എല്ലാം നമ്മുടെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താൻ കഴിവുള്ള അവിടുത്തെ ശക്തമായ കരം നാം ദർശിക്കാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? സ്ത്രീഹന്മാരുടെന്നതുപോലെ അവിടുന്ന് നമ്മോടും അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇത് ഞാനാണ്, നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ ഉത്തമ സ്നേഹിതനും നിങ്ങളോടൊന്നിച്ചുണ്ട്. നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട. സമാധാനവും പ്രത്യാശയും നമ്മിൽ കുടികൊള്ളണമെന്ന് ഈശോ അത്യധികം ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാം. ഇവ വഴിയാണ് അവിടുത്തെ പരിപൂർണതകൾ, അവിടുത്തെ വിജ്ഞാനം, നന്മ, പ്രഭാവം എന്നിവയെ നാം ശരിയായി ബഹുമാനിക്കുന്നത്. പ്രത്യാശരാഹിത്യമാകട്ടെ അവിടുത്തെ നന്മയ്ക്കെതിരായ ഏറ്റവും വലിയ തിന്മയാണ്. കാരണം സമാധാനവും പ്രത്യാശയും നമ്മിൽ ഭരണം നടത്തുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയോ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയോ ചെയ്യുന്ന അധ്വാനങ്ങളിൽ നാം ധൈര്യമുള്ളവരായി ഭവിക്കുന്നു. അസ്വസ്ഥവും പ്രത്യാശരഹിതവുമായ ഹൃദയം വിശിഷ്ട സേവനത്തിന് പര്യാപ്തമല്ല. സാത്താൻ നമ്മെ ശല്യപ്പെടുത്താനും നിരാശരാക്കാനും അത്യധികം പരിശ്രമിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അവനാൽ വഞ്ചിതരാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാം. എന്നാൽ അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരാത്മാവിനെയാണ് കാണുന്നതെന്ന് അവർ വിചാരിച്ചു. ഈശോ അവരോട് അരുളി ചെയ്തു, നിങ്ങൾ എന്തിന് അസ്വസ്ഥരാകുന്നു? നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുകൊണ്ട് സംശയങ്ങൾ ഉദിക്കുന്നു? എൻ്റെ കൈകളും കാലുകളും നിങ്ങൾ കാണുവിൻ. ഇത് ഞാനാകുന്നു. എന്നെ സ്പർശിച്ച് ഉറപ്പുവരുത്തുവിൻ. എനിക്കുള്ളതായി നിങ്ങൾ കാണുന്നത് പോലെ ആത്മാവിന് മാംസവും അസ്ഥികളുമില്ല. ഇത് പറഞ്ഞിട്ട് അവൻ തൻ്റെ കൈകളും കാലുകളും അവരെ കാണിച്ചു. എന്നിട്ട് സന്തോഷാധിക്യത്താൽ അവർ വിശ്വസിക്കാതിരിക്കുകയും ആശ്ചര്യപ്പെടുകയുമാണ് ചെയ്തത്. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ നിങ്ങളുടെ പക്കൽ ഭക്ഷിക്കാൻ വല്ലതുമുണ്ടോ? അവർ കുറെ വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അവൻ അത് വാങ്ങി അവർ കാണുക ഭക്ഷിച്ചു. അനന്തരം ഈശോ അവരോട് അരുളി ചെയ്തു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ഇവയാകുന്നു. മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നവ നിറവേറേണ്ടിയിരിക്കുന്നു. അനന്തരം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവർ അവരുടെ മനസ്സിനെ കടിവുട്ടതാക്കി. നമ്മുടെ കർത്താവിൽ സജീവ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും നമ്മുടെ ഹൃദയത്തെ ഉദിപ്പിക്കാൻ
അനുഗ്രഹം അപേക്ഷിക്കാം. തൻ്റെ ഉദ്ധാനത്തിന് തെളിവുകൾ നൽകുന്നതിനും ശ്രീഹന്മാരുടെ ഹൃദയങ്ങളിൽ അല്പമെങ്കിലും സംശയം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യുന്നതിനും ഈശോ ഉത്സാഹിക്കുന്നത് ശ്രദ്ധിക്കുക. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് താൻ അവരെ ഏൽപ്പിച്ച ജോലി നിർവഹിക്കുന്നതിന് സജീവ വിശ്വാസം അവർക്ക് അത്യന്താപേക്ഷിതമായതിനാലാണ്. ശ്രീഹന്മാർക്ക് നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നമുക്കുണ്ടാകിയില്ലെങ്കിൽ തന്നെ ദൈവതൃക്കരങ്ങളിൽ ഉചിതമായ ഉപകരണങ്ങളാകണമെങ്കിൽ നമുക്കും അവരുടേതുപോലുള്ള വിശ്വാസം ആവശ്യകമാണ്. ഈ വിശ്വാസത്തിൽ നിന്നാണ് ആശ്വാസവും തീഷ്ണതയും സ്ഥിരതയും സാന്ത്വനവും നമുക്ക് ലഭിക്കേണ്ടതും ലോകം, പിശാച്, ശരീരം എന്നിവയുടെ കെണികളിൽ നിന്ന് സംരക്ഷിതരാകേണ്ടതും. ഇത്ര അത്യന്താപേക്ഷിതമായ ഒരു മഹാദാനത്തിനായി തീഷ്ണതാപൂർവം പ്രാർത്ഥിക്കുന്നതും ദൈവസഹായത്താൽ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതും എത്ര ആവശ്യകമാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശ്രീഹന്മാരോട് നമ്മുടെ കർത്താവ് കാണിച്ച അത്ഭുതമഹമായ മഹാമനസ്കത ശ്രദ്ധിക്കുക. ഭക്ത സ്ത്രീകളെയും മഗ്ദലേന മറിയത്തെയും പത്രോസിനെയും എമ്മാവൂസിലെ ശിഷ്യന്മാരെയും അവരുടെ അടുക്കലേക്ക് തൻ്റെ ഉദ്ധാനത്തിലെ വാർത്ത അറിയിക്കാനായി അവിടുന്ന് അയച്ചു. അവർ തന്നെ നേരിട്ട് കണ്ട് തൻ്റെ കൈകളും കാലുകളും സ്പർശിച്ചു നോക്കാൻ അവിടുന്ന് അവരെ അനുവദിച്ചു. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. അതിനാൽ വാസ്തവത്തിൽ അവരെ അവരുടെ വഴിക്ക് വിടേണ്ടതായിരുന്നു. എന്നാൽ ഈശോയുടെ കാരുണ്യത്തിന് അതിരില്ല. അവിടുന്ന് നിന്നോട് എത്ര ദയയോടെയാണ് വർത്തിച്ചിട്ടുള്ളതെന്ന് ചിന്തിക്കുക. നിന്റെ മന്ദതയും ഔദാര്യരാഹിത്യവും വകവയ്ക്കാതെ നിന്റെയും എൻ്റെ ഹൃദയത്തെ മുഴുവനായി തനിക്ക് കൊടുക്കാനല്ലേ അവിടുന്ന് നമ്മെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര നാൾ നമ്മൾ അവിടുത്തെ തിരസ്കരിക്കും? സംശയങ്ങളും ആശങ്കകളും നീങ്ങിയ ശ്രീഹന്മാരുടെ ഹൃദയങ്ങൾ എത്ര ആനന്ദഭരിതമായി എന്ന് ചിന്തിക്കുക. ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർക്ക് ഇതുതന്നെ സംഭവിക്കുന്നു. എനിക്കിതുവരെ ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ ആനന്ദം അനുഭവിക്കാനിട വന്നിട്ടില്ലെങ്കിൽ അത് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അവിടത്തേക്ക് സമർപ്പിക്കാതെ കുറേ ഭാഗം ലോകത്തിനായി നീക്കി വച്ചിരിക്കുന്നത് കൊണ്ടല്ലേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു.
ഈശോ വീണ്ടും അവരോട് അരുൾ ചെയ്തു, സമാധാനം നിങ്ങളോടുകൂടി. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നമ്മൾ ഏത് വിളിയിലാണെങ്കിലും ഏത് ജീവിത അന്തസ്സിലാണെങ്കിലും ആ അന്തസ്സിൻ്റെ മാഹാത്മ്യവും അതാവശ്യപ്പെടുന്ന ചുമതലകളും നന്നായി ഗ്രഹിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതിനായി നമുക്ക് തീഷ്ണതയോടെ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ ശ്രീഹന്മാരെ ഭരമേൽപ്പിച്ച ദൗത്യം എത്ര മഹനീയമാണെന്ന് ചിന്തിക്കാം. അവിടുന്ന് ലോകത്തിലേക്ക് വന്ന് ആത്മാക്കളെ രക്ഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതേ ദൗത്യം തന്നെയാ ശ്രീഹന്മാർക്കും. വിശുദ്ധ ഡെന്നീസ് പറയുന്നത് പോലെ മനുഷ്യരെ പാപത്തിൽ നിന്ന് അകറ്റുകയും അവരുടെ ആത്മാക്കൾക്ക് പ്രകൃത്യാതീതമായ സൗന്ദര്യം നൽകുകയും അവരെ സ്വർഗത്തിലേക്കുള്ള വഴി പഠിപ്പിക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ ദൈവ സ്നേഹാഗ്നി ഉജ്ജ്വലിപ്പിക്കുകയുമാണ്. ദൈവത്തിന് വേണ്ടിയുള്ള ജോലികളിൽ ഏറ്റവും പ്രധാനം. ഇതേ കൃത്യം നിർവഹിക്കുവാനായിട്ടാണ് അയോഗ്യരെങ്കിലും നമ്മൾ ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും, നമ്മൾ കുടുംബത്തിലാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ വഴി സഹോദരങ്ങൾ പരസ്പരം സമർപ്പിതരാണെങ്കിൽ തങ്ങൾ പ്രേക്ഷിത വേലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇടത്ത് തങ്ങളെ സമീപിക്കുന്നവർക്ക്, അതുപോലെ ഓരോ കുടുംബത്തിനും തങ്ങളായിരിക്കുന്ന ഇടവകയിൽ അവിടെയൊക്കെ ചെയ്യുവാനായിട്ട് നമ്മെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ദൈവവുമായി ബന്ധപ്പെടാൻ ഇടയാകുന്നത് എത്ര വലിയ ബഹുമതിയാണ്. ഇത്ര സമുന്നതമായ വിളിക്ക് നമ്മെ തന്നെ സജ്ജമാക്കാൻ പാടുള്ളതെല്ലാം ചെയ്യാൻ നമുക്ക് കടമയില്ലേ? ആകയാൽ വിശുദ്ധ ജീവിതം നയിക്കാനും വിജ്ഞാനം സമ്പാദിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അനാസ്ഥയും അലസതയും നിമിത്തം കൃത്യനിർവഹണത്തിന് നാം അപര്യാപ്തരായിത്തീരുന്നെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് എത്ര വലിയ കുറ്റകരമായിരിക്കും. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഈ വാക്കുകൾ ശ്രീഹന്മാരെ എന്നതുപോലെ നമ്മെ ഓരോരുത്തരെയും ഉദ്ദേശിച്ചുള്ളവയാണ്. സ്വർഗീയ പിതാവ് തൻ്റെ വത്സലസുതനെ ലോകത്തിലേക്ക് അയച്ചത് സുഖസൗകര്യങ്ങളുള്ള ജീവിതം നയിച്ചുകൊണ്ടല്ല, ധാരാളം പണം സമ്പാദിച്ച് ലോകസുഖങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ടുമല്ല, നേരെ മറിച്ച് ലോകകാര്യങ്ങളിലും ലോകസുഖങ്ങളിൽ നിന്ന് അകന്ന ഒരു ജീവിതം നയിച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷ നേടാനാണ്. ശ്രീഹന്മാരെ അയച്ചതുപോലെ നമ്മുടെ കർത്താവ് നമ്മയും അയച്ചിരിക്കുന്നത് സുഖസമ്പുഷ്ടമായ ജീവിതം നയിക്കാനല്ല, തീഷ്ണതയോടെ ജോലി ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ സ്വന്തം സംതൃപ്തി അന്വേഷിക്കാനല്ല, ആത്മവിസ്മൃതിയോടെ കൃത്യനിർവഹണത്തിൽ ഉത്സുകരാകാൻ വേണ്ടിയാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പേരും പെരുമയും സമ്പാദിക്കാനല്ല, വിനീതമായ വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ജീവിതം നയിക്കാനാണ്. നമ്മൾ ഏത് അന്തസ്സിൽപ്പെട്ടവരാണ് എങ്കിലും നാം ഇതുവരെ ഇപ്രകാരം ഇതിനെയൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ?
സ്ത്രീഹന്മാർ സ്വയമേവ ഇപ്രകാരമുള്ള കൃത്യങ്ങൾ നിർവഹിക്കാൻ അശക്തരായിരുന്നുവെന്ന് ഓർക്കുക. എന്നാൽ ഈശോ തൻ്റെ അധികാരത്തിൽ ഒരു ഓഹരി നൽകിക്കൊണ്ട് അവരെ അയക്കുന്നു. തൻ്റെ സഹായം അവർക്കൊരിക്കലും ലഭിക്കാതിരിക്കുകയില്ലെന്ന് ഉറപ്പ് നൽകുന്നു. നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയ അതിവിശിഷ്ടമായ അനുഗ്രഹങ്ങളെക്കുറിച്ചും കൃപകളെക്കുറിച്ചും അവയെ യഥായോഗ്യം ഉപയോഗിക്കാനുള്ള കടമയെക്കുറിച്ചും ചിന്തിക്കാം. സമസ്ത വിജ്ഞാനത്തിൻ്റെയും പ്രാഭവത്തിൻ്റെയും ഉറവിടമായ അവിടുത്തോട് യഥാർത്ഥമായ പ്രാർത്ഥന ചൈതന്യത്തോട് യോജിച്ചിരുന്നാൽ കൃത്യനിർവഹണത്തിന് ആവശ്യമായ സഹായം നമുക്കൊരിക്കലും ലഭിക്കാതിരിക്കുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. ഇതരുൾ ചെയ്തിട്ട് അവൻ അവരുടെ മേൽ ഊതി. അവൻ തുടർന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചാൽ അവ മോചിക്കപ്പെട്ടവയായിരിക്കും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ബന്ധിച്ചാൽ അവ ബന്ധിക്കപ്പെട്ടവയായിരിക്കും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അതുല്യമായ അധികാരം മനസ്സിലാക്കുന്നതിനും മനുഷ്യരുടെ നേർക്കുള്ള ദൈവത്തിൻ്റെ കാരുണ്യത്തിന് യോഗ്യമായ ഉപകരണമായി ഭവിക്കാൻ തീവ്രമായ ആഗ്രഹം നമ്മിൽ ഉദിപ്പിക്കുന്നതിനും അതിനാവശ്യമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പാപം മോചിക്കുക ദൈവത്തിന് മാത്രമുള്ള അധികാരമാണ്. ഓരോ പുരോഹിതനും പൗരസ്ത്യ സ്വീകരണത്തിൽ ഈ ദൈവിക അധികാരം നൽകപ്പെടുന്നു. അതുവഴി വൈദികരാൽ നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു. ഒരു വൈദികനെ അവിടുന്ന് യഥാർത്ഥത്തിൽ തൻ്റെ പ്രതിനിധിയാക്കുകയാണ്. നമുക്ക് ഓരോ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവിടുത്തെ അമൂല്യമായ രക്തമാണ് ആത്മാക്കളെ സുഖപ്പെടുത്താനും ജീവനിലേക്ക് കൊണ്ടുവരാനുമായി ഓരോ വൈദികനും ഉപയോഗിക്കുന്നത്. എല്ലാ വൈദികരും വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നതിന് പ്രാർത്ഥിക്കുകയും നമ്മുടെ മാമോദീസ വേള മുതൽ അല്ലെങ്കിൽ നമ്മുടെ ജനനവേള മുതൽ നമ്മുടെ മരണവേള വരെ ഓരോ വൈദികരും നമ്മുടെ ചരിത്ര സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പുരോഹിതരിലൂടെ നമ്മളിലേക്ക് ചൊരിഞ്ഞ എല്ലാ കൃപാവരങ്ങളെയും ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കുംഭസാരം എന്ന കുദാശയുടെ സ്ഥാപനത്തിൽ ഈശോ പ്രദർശിപ്പിച്ച അത്ഭുതവഹമായ കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ജ്ഞാനസ്നാനത്തിൽ മനുഷ്യർക്ക് ദൈവപുത്രരാകാനുള്ള അനുഗ്രഹം നൽകി. പ്രസാദവരത്തിലെ ജീവൻ അവരെ വളരുകയും ശക്തിപ്പെടുകയും ചെയ്യേണ്ടതിനായി വിശുദ്ധ കുർബാനയിൽ തൻ്റെ ശരീരവും രക്തവും സ്വർഗീയ ഭക്ഷണമായി പ്രദാനം ചെയ്തു. ഈ ദിവ്യാനുഗ്രഹങ്ങൾ സ്വീകരിച്ചതിന് ശേഷവും തന്നെ ഉപദ്രവിക്കത്തക്ക വിധം മനുഷ്യർ അത്ര നന്ദിഹീനരായി തീർന്നാൽ അവരെ തള്ളിക്കളയാൻ അവിടത്തേക്ക് മതിയായ കാരണമുണ്ടെങ്കിലും പാപികളെ ശിക്ഷിക്കാൻ വിമുഖനായ അവിടുന്ന് തൻ്റെ കാരുണ്യത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരെ പോലും തൻ്റെ സൗഹൃദത്തെ പുനഃസ്ഥാപിക്കാൻ ഒരു പുതിയ മാർഗം കണ്ടുപിടിക്കുന്നു. ഇതുവഴി അവർക്ക് തങ്ങളുടെ തങ്ങളുടെ കുറ്റങ്ങൾക്ക് പൊറുതി നേടാൻ മാത്രമല്ല നഷ്ടമായ യോഗ്യതകൾ തിരികെ പ്രാപിക്കാനും
അവിടുത്തെ കൂടുതൽ വിശ്വസ്തയോടെ ശുശ്രൂഷിക്കാൻ പോരുന്ന നവശക്തി ആർജിക്കാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം എത്ര ആചാര്യമാണ്! ഈ ഒരു അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് തമ്പുരാനിലേക്ക് അടുക്കുവാനായിട്ട് ഓരോ നിമിഷവും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, അവസരം നൽകുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയുകയും ഏറ്റവും വിശ്വസ്തയോടെ ഈ കൂദാശയെ സമീപിക്കുവാനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെ എടുത്ത വചനങ്ങൾ. 12 പേരിൽ ഒരുവനായ തോമ എന്നറിയപ്പെടുന്ന തോമസ് ഈശോ വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടു. അവൻ അവരോട് പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ കാണുകയും അവയിൽ എൻ്റെ വിരലുകൾ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസത്തിന് ശേഷം ശിഷ്യന്മാർ വീണ്ടും അവിടെ സമ്മേളിച്ചപ്പോൾ തോമായും അവരോടൊപ്പം ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കെ ഈശോ വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരോട് അരുളി ചെയ്തു, സമാധാനം നിങ്ങളോട് കൂടി. അവൻ തോമായോട് അരുളി ചെയ്തു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ കൊണ്ടുവന്ന് എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് ഉത്തരമായി പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോ അയാളുടെ അരുളി ചെയ്തു, ഇപ്പോൾ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ അനുഗ്രഹീതർ. തോമാ ശ്ലീഹായുടേതുപോലുള്ള സജീവമായ വിശ്വാസം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിശ്വാസിയായ തോമായിൽ വിശ്വാസം വരുത്തിയ മാറ്റം എത്ര വലുതാണ് നമുക്ക് ശ്രദ്ധിക്കാം. തങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടെന്ന് മറ്റു ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന് വസ്തുതകൾ വേണം. മുറിവുകളാണ് അവിടുത്തെ മരണത്തിൻ്റെ തെളിവുകൾ. അവ തന്നെയാണ് അവിടുത്തെ ഉദ്ധാനത്തിൻ്റെ തെളിവ് എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥകൾ വിചിത്രമാണ്. അവൻ്റെ കൈകളിൽ ആണിപ്പഴുതുകൾ കാണുകയും അവയിൽ എൻ്റെ കൈകൾ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഇതിൽ ശ്രീഹന്മാരുടെ സന്തോഷം തനിക്ക് തിരസ്കൃതമായിരിക്കുന്നതായി തോമായ്ക്ക് തോന്നി. അദ്ദേഹത്തിന്റെ സംശയം കൂട്ടുകാരിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റി. അദ്ദേഹത്തിന്റെ സംശയം കഷ്ടിച്ച് ഒരാഴ്ച നീണ്ടുപോയിരിക്കാം. എന്നാലും തന്റെ നിലപാട് മാറ്റുകയില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഈശോ ഇതറിഞ്ഞെങ്കിലും തോമാസ് ശ്ലീഹായെ സ്നേഹിക്കുകയും അവിശ്വാസിയായ ശിഷ്യന്റെ വ്യവസ്ഥകളെല്ലാം സ്വീകരിക്കുകയും ചെയ്തു. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. ഈ കൃപാധിക്യത്താൽ സ്തബ്ധനായ തോമാസ് ശ്ലീഹ വളരെ മനോഹരവും ഹൃദയസ്പർശകവുമായ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തി. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. ക്രിസ്തുനാഥന്റെ പ്രബോധനയുടെ പ്രഭാപൂരം അദ്ദേഹത്തിന്റെ മനസ്സിലെ സംശയങ്ങളെല്ലാം നീക്കിക്കളഞ്ഞു. സജീവമായ വിശ്വാസം ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയാണ്.
അത് ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കും അവിടുത്തെ ദിവ്യലക്ഷണങ്ങളിലേക്കും താഴ്ന്നിറങ്ങാൻ നമ്മെ സഹായിക്കുന്നു. അത് ദൈവത്തിൽ നിന്ന് വരുന്നതും ദൈവികമാവ ഗ്രഹിക്കുവാൻ സഹായിക്കുന്നതുമായ പ്രകാശവും യഥാർത്ഥ കൃപാപരവുമാകുന്നു. അത് മനുഷ്യനെ ശരിയായ വീക്ഷണ കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ട് ലോക യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. സജീവ വിശ്വാസമുള്ളവൻ ചഞ്ചലമായ ലൗകിക സുഖങ്ങളോട് ഒട്ടിച്ചേരുന്നില്ല. ജീവനുള്ള വിശ്വാസം ഒരു സമർപ്പണം കൂടിയാണ്. തോമാസ് ശ്ലീഹയുടെ വിശ്വാസ പ്രകടനം ബുദ്ധിപരമായ ഒരു സമ്മതം മാത്രമായിരുന്നില്ല, അത് പൂർണ്ണമായ സമർപ്പണം കൂടിയായിരുന്നു. നമ്മുടെ വിശ്വാസം സജീവമാണോ? നമുക്ക് ചിന്തിക്കാം. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സജീവ വിശ്വാസം എങ്ങനെ ഫലമണിയുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. മിശിഹായ്ക്ക് വേണ്ടി മാനസാന്തരപ്പെടാനുള്ള ലോകത്തിൻ്റെ ഭാഗം തനിക്ക് നിർദ്ദേശിച്ചു കിട്ടിയ ഉടനെ തോമാസ് ശ്ലീഹ തൻ്റെ പ്രേക്ഷിത യാത്ര ആരംഭിച്ചു. അദ്ദേഹം ക്ലേശകരമായ ദീർഘയാത്രകൾ ചെയ്തു. പല സ്ഥലങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുകയും ഒടുവിൽ ഇന്ത്യയിൽ വരികയും വേദസാക്ഷിത്വ മകുടം ചൂടുകയും ചെയ്തു. അദ്ദേഹത്തിൽ എത്ര വലിയ മാറ്റമാണ് സംഭവിച്ചത്! അവിശ്വാസിയായ ഒരു ശിഷ്യൻ കർത്താവിൻ്റെ ധൈര്യശാലിയായ ഒരു ദൗത്യ വാഹകനായി മാറുന്നു. നമുക്ക് ബലഹീനതകളും പാപങ്ങളും ഉണ്ടായിരുന്ന തന്നെയും നമ്മയും ഈശോ തൻ്റെ യോഗ്യതകൾ കൊണ്ട് തൻ്റെ കൃപകൾ കൊണ്ട് നിറച്ച് നമ്മിലൂടെയും പല കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈശോ യഥാർത്ഥത്തിൽ മാനവരാശിയുടെ രക്ഷകനത്രേ. അവിടുന്ന് വഴിയെ സത്യവും ജീവനുമാണ്. ഈ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള അവബോധം നമ്മിൽ വളർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് നമ്മെ സദാ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കർത്താവ് വളരെ കുറച്ച് മാത്രം അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നത് നമ്മെ ഗാഢമായി സ്പർശിക്കുന്നില്ലേ? ഇപ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥന വഴിയും നമ്മുടെ ഔദാര്യം, ആത്മപരിത്യാഗം, സ്നേഹം എന്നിവ വഴിയും ഒരു പ്രേക്ഷിതനായി മാറി ലോകത്തെ രക്ഷിക്കാൻ നമ്മുടെ കർത്താവിനെ നമുക്ക് സഹായിക്കാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കുക. അവിടുന്ന് നമ്മെ തൻ്റെ മുദ്രത്തോട്ടത്തിലെ ഉത്കൃഷ്ട ജോലിക്കാരനാക്കും. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 3 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. ശിമയോൻ കേപ്പ അവരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നോടുകൂടെ വരുന്നു. അവർ പോയി ഒരു വഞ്ചിയിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉച്ചസായപ്പോൾ ഈശോ കടത്തിരുത്ത് വന്നു നിന്നു. എങ്കിലും അത് ഈശോയാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഈശോ അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ ഭക്ഷിക്കാൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. അവൻ അവരോട് അരുളി ചെയ്തു, വഞ്ചിയുടെ വലതുവശത്ത് വല വീശുവിൻ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വല വീശി. വലയിൽ അകപ്പെട്ട മത്സ്യങ്ങളുടെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈശോ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ കേപ്പായോട് പറഞ്ഞു, ഇത് നമ്മുടെ കർത്താവാണ് എന്ന് കേട്ടയുടെ ശിമയോൻ താൻ നഗ്നനായിരുന്നതിനാൽ തൻ്റെ അങ്കിയെടുത്ത് അരയെ ചുറ്റി ഈശോയുടെ അടുക്കലേക്ക് വരാനായി കടലിലേക്ക് ചാടി. മറ്റു ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏതാണ്ട് 100 മീറ്ററിലധികം ദൂരെയായിരുന്നതിനാൽ മത്സ്യങ്ങൾ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വഞ്ചിയിൽ തന്നെ വന്നു.
അവർ കരയ്ക്കിറങ്ങിയപ്പോൾ അവിടെ തീക്കനൽ കൂട്ടിയിരിക്കുന്നതും അതിന്മേൽ മത്സ്യം വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ഈശോ അവരോട് അരുളി ചെയ്തു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളെ കുറെ കൊണ്ടുവരുവേൻ. അപ്പോൾ ഷെമിയോൻ കേപ്പ വഞ്ചിയിൽ കയറി 153 വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറച്ച വല വലിച്ചു കരയ്ക്ക് കയറ്റി. അത്രയധികം ഭാരമുണ്ടായിരുന്നിട്ട് വല കീറിയില്ല. ഈശോ അവരോട് അരുളി ചെയ്തു, നിങ്ങൾ വന്ന് പ്രാതൽ കഴിക്കുവിൻ. അത് കർത്താവാണ് എന്ന് അവർക്കറിയാമായിരുന്നതിനാൽ നീ ആരാണ് എന്ന് ശിഷ്യന്മാരിൽ ഒരുവനും അവനോട് ചോദിക്കാൻ തുനിഞ്ഞില്ല. ഈശോ അടുത്തു വന്ന് അപ്പവും മീനും എടുത്ത് അവർക്ക് കൊടുത്തു. ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്നതിനായി അവിടുത്തെ കൂടുതൽ അറിയാനുള്ള അനുഗ്രഹം നമുക്ക് അപേക്ഷിക്കാം. സ്ത്രീഹന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരുന്നിട്ടും ഈശോയുടെ നിർദ്ദേശം അനുസരിച്ചപ്പോൾ അനേകം മത്സ്യങ്ങളെ പിടിക്കാൻ സാധിച്ചത് ശ്രദ്ധിക്കുക. നമ്മുടെ തെറ്റുകൾ തിരുത്തുക എന്ന തീവ്ര യത്ന പരിപാടിയിൽ ഏർപ്പെടാനും അന്യരുടെ മാനസാന്തരത്തിനായി അനേകം വർഷം വ്യക്തമായ ഒരു ഫലവും കൂടാതെ യത്നിക്കാനും ചിലപ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ അനുവദിച്ചിട്ടില്ലേ? വിനയത്തിൽ നമ്മെ സ്ഥിരീകരിക്കുന്ന നാം നമ്മെ തന്നെ എത്ര ബലഹീനരും കുറവുകളുള്ളവരാണ് എങ്കിലും നമ്മെ തന്നെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വല എത്ര വീശിയിട്ടും വല ശൂന്യമായിപ്പോയ ശിഷ്യന്മാരുടെ അവസ്ഥ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറില്ലേ? വിനയത്തിൽ നമ്മെ സ്ഥിരീകരിക്കുന്നതിനായി നാം നമ്മെ തന്നെ എത്ര ബലഹീനരും നിസ്സാരമാണ് നമ്മെ ഗ്രഹിപ്പിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഒടുവിൽ അവിടുന്ന് ഇടപെടുന്നു. നാം ഊഹിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത വിധം കാര്യങ്ങൾ ഫലസമർത്ഥമാകുന്നതുവരെ അവിടുന്ന് സദാ നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നന്മയും തൻ്റെ അടുക്കൽ നിന്നാണ് എന്നും നമ്മുടെ പ്രയത്നങ്ങളിൽ വിജയം നാം പ്രതീക്ഷിക്കേണ്ടത് തന്നിൽ നിന്നാണ് എന്നും ഇതുവഴി അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അത്യന്താപേക്ഷിതമായ ഈ പാഠം ഒരിക്കലും മറക്കാതിരിക്കാൻ ശ്രമിക്കാം. തന്റെ ദിവ്യ ഗുരുവിനോടുകൂടി ആയിരിക്കാൻ പത്രോസ് അത്യധികം ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കുക. വഞ്ചി കരയിൽ നിന്ന് വളരെ അടുത്തായിരുന്നിട്ട് പോലും കാത്തു നിൽക്കാൻ അദ്ദേഹത്തിന്റെ അക്ഷമ തീരെ സമ്മതിക്കുന്നില്ല. ഈശോയുടെ അടുത്തിരിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്ന് അവിടുത്തെ സ്നേഹം അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു. അവിടുത്തെ വിലയേറിയ സാന്നിധ്യത്തിന്റെ ഒരു നിമിഷം നഷ്ടമാക്കാൻ അദ്ദേഹം ഒട്ടും ആഗ്രഹിക്കുന്നില്ല. എല്ലാ വിശുദ്ധിയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രാഭവത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഉറവിടമായ ഈശോയുടെ ഐക്യപ്പെട്ടിരിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണെന്ന് നാം നന്നായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഹൃദയ നിഷ്കളത കൊണ്ടും യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യം കൊണ്ടും ഈ ഐക്യം നേടാൻ നമ്മൾ പരിശ്രമിക്കുമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട സ്ത്രീഹന്മാരുടെ ആവശ്യങ്ങളിൽ ഈശോ എത്ര ശ്രദ്ധാലുവാണെന്ന് ചിന്തിക്കുക. അവിടുന്ന് അവർക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കുകയും അവിടുന്ന് തന്നെ അത് വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്നു. നമ്മുടെ സഹോദരങ്ങളോട്, വിശേഷിച്ച് പാവപ്പെട്ടവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ നമുക്കും സ്നേഹത്തിൻ്റെയും
വിനയത്തിൻ്റെയും മനോഹരമായ ഒരു മാതൃക നൽകുന്നതിനായിട്ടാണ് ദൈവം ഇപ്രകാരം പ്രവർത്തിച്ചത്. നമുക്ക് നമ്മെ തന്നെ ഈശോ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിക്കാം. അവിടുത്തെ അപരിമീയമായ സ്നേഹത്തിൽ നമ്മെ ഓരോരുത്തരെയും പങ്കുകാരാക്കിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ കുടുംബം ഈശ്വര തിരുസന്നിധിയിലേക്ക് പരമേൽപ്പിക്കാം. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാപരിക്കുവാൻ വളർന്നു വരുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം ഈശോയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമുക്ക് ആഗ്രഹിക്കാം. നല്ല തമ്പുരാനെ, ഈ 1 മണിക്കൂർ സമയം അവിടെ സന്നിധിയിലായിരിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് നൽകിയ ഈ നിമിഷങ്ങൾ എത്രയോ വിശിഷ്ടമാണ്, എത്രയോ ആനന്ദദായകമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ കർത്താവും ദൈവവും ഏക ആശ്വാസവും ഏക ശരണവും എന്ന് തിരുമുമ്പിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ, അങ്ങിലേക്ക് സമസ്തവും ഫലമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർ, പ്രത്യേകിച്ച് വൈദികർ, സമർപ്പിതർ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, വൃദ്ധമാതാപിതാക്കൾ, വിവിധ രോഗാവസ്ഥയിൽ കഴിയുന്നവർ, വിവിധ കാരണങ്ങളാൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവർ, കൗദാശിക ജീവിതത്തിൽ നിന്ന് അകന്നു കഴിയുന്നവർ, എല്ലാവരെയും ഈശോയെ ഒരു തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ കൃപാധികത്താൻ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം ഞങ്ങൾക്ക് നൽകണമേ. ഉദ്ധരനായി അങ്ങയെ മുഖാമുഖം ദർശിച്ചുകൊണ്ട് സർവ്വതും അങ്ങയുടെ മഹത്വത്തിനായി അങ്ങയുടെ സ്തുതിക്കായി ചെയ്യുവാൻ വേണ്ട കൃപാബലങ്ങൾ നൽകണമേ. ഈശോയെ, ഞങ്ങൾ അയോഗ്യരാണ്, പാപികളാണ്, ബലഹീനരാണ്. എന്നാൽ അങ്ങയുടെ കൃപാകടാക്ഷം ഒന്ന് മാത്രം മതി ഞങ്ങളുടെ ജീവിതം നിർവൃതിയിലാകുവാൻ. ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, ദിവ്യകാരുണ്യമായി ദിവ്യ തേജസ്സായി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അങ്ങ് എഴുന്നള്ളിയിരിക്കുന്ന ദൈവപരിപാലനയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ സമയം ശിരസ്സ് നമിച്ച് അങ്ങയുടെ അനുഗ്രഹ ആശീർവാദത്തിനായി കൈകൾ കൂപ്പുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ഞങ്ങളെ അങ്ങയുടേതായി ഏറ്റെടുക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.